السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരാണ്. അവരിൽ നിന്നാണ് ലോകം ദീനിനെ മനസ്സിലാക്കിയതും പഠിച്ചതും. സ്വഹാബത്തിന് ഈ ഉമ്മത്തിൽ, സമുദായത്തിൽ വലിയ സ്ഥാനമാണ് ഉള്ളത് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ അൽ അബാദിലത്തുൽ അർബഅ, 4 അബ്ദുള്ളമാർ എന്നറിയപ്പെടുന്ന 4 വ്യക്തികളുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അൽ അബാദിലത്തുൽ അർബഅ, 4 അബ്ദുള്ളമാർ. ഇവരുടെ പ്രത്യേകത, ഇവര് സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ പ്രായക്കാരായിരുന്നു എന്നുള്ളതാണ്. 13 വയസ്സ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 13 വയസ്സുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്ക് സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ പ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇൽമ്, വിശാലമായ നിലക്ക് ഇൽമ് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഹബീബായ നബിതങ്ങളിൽ നിന്നും പിന്നീടുള്ള സഹാബത്തുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടിയവരാണ് ഇവർ. അതായത് റിവായത്തിൻ്റെയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും വിജ്ഞാനങ്ങളുടെയും ഫത്വകളുടെയും ഒരു അടിസ്ഥാനം തന്നെ ഇവരാണ്. അതിനുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങൾ, വിശാലമായ സാഹചര്യങ്ങൾ കിട്ടിയവരാണ് ഈ 4 അബ്ദുള്ളമാർ റളിയല്ലാഹു അൻഹും. കാരണം അവർ വഫാത്താകുന്നത് വളരെ പ്രായം ചെന്നതിന് ശേഷമാണ്. 63-63-ൻ്റെയും 73-ൻ്റെയും ഇടയിലൊക്കെയാണ് അവർ മരിക്കുന്നത്. അപ്പോൾ അത്രയും വിശാല